സോ നമുക്ക് പറയേണ്ടത് എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഐസ് മെൽറ്റ് ചെയ്യുന്നു. സോ അതെങ്ങനെ പറയുന്നത്? ദ ഐസ് മെൽറ്റ് വെൻ ദ ടെമ്പറേച്ചർ ഗോസ് അപ്പ്. ഓക്കെ ഓക്കെ ആണല്ലോ? അപ്പൊ അത് എഴുതണേ. ഐസ് Okay, sir. മെൽറ്റ് ice melt when the temperature goes up. ഓക്കെ ഏബൽ ഓക്കെ അല്ലേ? Okay, sir. ഏബല് എല്ലാ ദിവസവും ഒരുപാട് വെള്ളം കുടിക്കും. അതെങ്ങനെയാ പറയുന്നത്? ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ്, ഏബല് എല്ലാ ദിവസവും ഒരുപാട് വെള്ളം കുടിക്കാറുണ്ട്. വെള്ളം മീൻസ് വാട്ടർ. അതെങ്ങനെ പറയാം? എന്റെ സബ്ജക്റ്റ് ഏബലാണ്, ഐ എന്ന് പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് എന്താ? ഏബൽ എല്ലാ ദിവസവും വെള്ളം ഒരുപാട് കുടിക്കും. അതെങ്ങനെ പറയുന്നത്? ഏബൽ പറഞ്ഞേ. Abel drinks many water. Okay. On every day. Okay. So Abel drink ആണോ drinks ആണോ? Abel drinks a lot of water in summer. Okay. വെള്ളം കുടിക്കാറുണ്ടോ ഏബല്? Sir. ഇനി ഞാൻ പറയുന്നത് അമൃതയോട്. അമൃത ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ട്രെയിൻ ബസ്സിനെക്കാട്ടിൽ ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകും, അല്ലെ ക്യാരി ചെയ്യും. അതെങ്ങനെ പറയുന്നത്? Trains carries a lot of people. Than a bus. Okay. That bus. ഇൻഷ മനസ്സിലായോ? ട്രെയിൻ ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെക്കാട്ടി കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകും ട്രെയിൻ. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ? അതായത് ട്രെയിൻ കണ്ടിട്ടുണ്ടോ? ട്രെയിൻ അതെ സർ. ട്രെയിൻ ആണോ ബസ്സാണോ ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകുന്നത്? ട്രെയിൻ. അപ്പൊ എ ട്രെയിൻ ക്യാരീസ് മോർ പാസഞ്ചേഴ്സ് ദാൻ എ ബസ്. ഓക്കെ മനസ്സിലായോ? ഇനി പറയുന്നത് ശ്രദ്ധിക്കണേ. ഫർഹാൻ എല്ലാ ദിവസവും ഡോക്ടറെ കാണാറുണ്ട്. അതെങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ ഫർഹാൻ എല്ലാ ദിവസവും ഒരു ആയുർവേദിക് ഡോക്ടറെ കാണാറുണ്ട്. അതെങ്ങനെ പറയുന്നത്? ആയുർവേദിക് ഡോക്ടർ. ഫർഹാൻ sees a Ayurvedic doctor every day. ഓക്കെ. ഫർഹാൻ നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ പറയുന്ന കൺസൾട്ട് എന്നല്ലേ? ഫർഹാൻ ആൾവേസ് കൺസൾട്ട് സിഒ. ഇൻഷ കൺസൾട്ടിന്റെ സ്പെല്ലിംഗ് എന്തുവാ? CONSULTS. ഞാൻ എഴുതിയിരിക്കുന്നത് ശരിയാണോ? ഫർഹാൻ ആയുർവേദിക് ഫിസിഷ്യനെ കാണുന്നത് കേട്ടോ. ആയുർവേദിക് ഡോക്ടറെ അറിയാലോ, ആയുർവേദ മരുന്ന് തരുന്നത്. സോ ഫർഹാൻ ആൾവേസ് കൺസൾട്ട് ആയുർവേദിക് ഫിസിഷ്യൻ. ഓക്കെ ആണോ? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അത് ഫർഹാനോട് ചോദിക്കുവാന്നേ. ഞാൻ എപ്പോൾ അവനെ വിളിച്ചാലും അവൻ ദേഷിച്ചാണ് സംസാരിക്കുന്നത്. Whenever I call him, he is gonna
talk to me rudely. rudely. Good. Whenever I ring him up, he speak rudely. അല്ലേ? അതെ സർ. നിങ്ങൾ ആരോടെങ്കിലും റൂഡ്ലി ആയിട്ട് സംസാരിക്കാറുണ്ടോ? No, sir. ഗുഡ് ഗേൾ ആണോ ഇൻഷ? Yes, sir. ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം. ഇൻഷ എല്ലാ ദിവസവും നടന്നാണ് സ്കൂളിൽ പോകാറുള്ളത്. ഇൻഷ നടന്നാണ് സ്കൂളിൽ പോകാറുള്ളത് അതോ എങ്ങനെയാ സ്കൂളിൽ പോകാറുള്ളത്? അല്ല sir, driver. ബസ്സിലാണോ പോകുന്നത്? അല്ല sir, driver. ഡ്രൈവർ ഉണ്ടാക്കും. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ പറയണം. ഇൻഷ എല്ലാ ദിവസവും നടന്നാണ് സ്കൂളിൽ പോകുന്നത്. എങ്ങനെ പറയാം? അതൊരു ഹാബിച്വൽ ആക്ഷൻ ആണല്ലോ. അപ്പൊ എങ്ങനെ പറയാം? എന്റെ സബ്ജക്റ്റ് Go to school. Sir, wait. ഇൻഷ എല്ലാ ദിവസവും Go to school. Insha go to school every day by walking. ഓക്കെ, നമുക്ക് അതിനെ ഇങ്ങനെ ഒന്ന് പറയാഞ്ഞാലോ? ഓക്കെ, എങ്ങനെ പറയാം? ഇൻഷ always walks back to school. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഏബലിനോടാണേ. ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 കിലോമീറ്റർ നടക്കും. അതെങ്ങനെയാ പറയുന്നത്? I walk 5 kilometers every morning. ഗുഡ്. അപ്പൊ എങ്ങനെയാ നമ്മൾ പറഞ്ഞേ? എങ്ങനെയാ ഇൻഷ പറയുന്നത്? അത് I walk 5 kilometers every day. എവരി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെയാണേ. ഓക്കെ അല്ലേ? ഇനി Sir. ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് കഴിക്കും. അതെങ്ങനെയാ പറയുന്നത്? അവിടെ ഞാനാണ് സബ്ജക്റ്റ്, ഞാൻ. ഓക്കെ, അതെങ്ങനെയാ പറയുന്നത്? ആരാ പറയുന്നത്? ഇൻഷ പറയാമോ? ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എങ്ങനെ പറയുന്നത്? I eat my breakfast every day 8 o'clock. At 8. Okay, I eat my breakfast every day at 8 o'clock. Okay, correct. Okay, അവൻ എല്ലാ ദിവസവും 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതെങ്ങനെയാ പറയുന്നത്? അവൻ എല്ലാ ദിവസവും He eats breakfast at 8. Every day at 8. അല്ലെങ്കിൽ ഇങ്ങനെ പറയാമല്ലോ. ഇൻഷ പറഞ്ഞ ശരിയാ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, he has his breakfast at 8. ഓക്കെ ആണല്ലോ? 8 AM. ഓക്കെ, ശരിയല്ലേ? ഇനി അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതെങ്ങനെയാ പറയുന്നത്? ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അതെങ്ങനെയാ പറയുന്നത്? അവര് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. എങ്ങനെയാ പറയുന്നത്? ഏപോലെ? They are hardworking. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും മതി, they work hard. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? Okay, sir. Then
ഇനി ഞാൻ ഏബലിനോട് ചോദിക്കും, ഏബൽ എത്ര മണിക്കാണ് എണ്ണിക്കുന്നത്? ഓക്കെ, എന്ത് ഞാൻ ചോദിച്ചേക്കുന്നത്? ഏബല് രാവിലെ എത്ര മണിക്കാണ് എണ്ണിക്കുന്നത്? അതെങ്ങനെയാ ചോദിക്കുന്നത്? ആ ക്വസ്റ്റ്യൻ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? When do you wake up, Abel? When do you wake up, Abel? ഓക്കെ, എന്നാ ഇൻഷി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചോദിക്കണ്ടേ? എത്ര മണിക്കാണ് രാവിലെ എണ്ണിക്കുന്നത്? എങ്ങനെ ചോദിക്കുന്നത്? സാർ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാ. എത്ര മണിക്കാണ് രാവിലെ എണ്ണിക്കുന്നത്? അതെങ്ങനെയാ ചോദിക്കുന്നത്? എത്ര മണിക്കാണ് രാവിലെ എണ്ണിക്കുന്നത്? When are you waking up ഓക്കെ, in the morning? ഫർഹാൻ പറഞ്ഞേ. Okay, sir. When are you waking up at morning? When are you waking? ഓക്കെ, അമൃതയാണ് പറഞ്ഞേ. When are you waking? ഓക്കെ, ഇങ്ങനെ പറയാലോ. വാട്ട് ടൈം ഡു യു വേക്ക് അപ്പ് എവറി ഡേ? ഇങ്ങനെ ചോദിക്കാലോ. വാട്ട് ടൈം Sir. വാട്ട് ടൈം ഡു യു വേക്ക് അപ്പ് എവരി ഡേ? ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു എഴുതണം? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെ പറയാം? ആൻസർ എങ്ങനെ പറയാം? ആൻസർ എങ്ങനെ പറയാം? ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock. ഓക്കെ, ഓക്കെ ആണോ? കേൾക്കാമോ?